നമസ്കാരം. ഈ മക്കളെക്കുറിച്ച് പറയുമ്പോൾ മക്കളെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് ആയിരിക്കും. കാരണം നമ്മൾ വിവാഹം കഴിഞ്ഞാൽ, കുട്ടികൾ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവളുടെ ആരോഗ്യം, അവരെക്കുറിച്ചുള്ള അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഇതൊക്കെയാണല്ലോ മാതാപിതാക്കൾക്കുള്ളത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരമ്മ വിളിച്ചു. അമ്മമാർ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സന്താനങ്ങളെക്കുറിച്ച് ഉള്ള വിഷയങ്ങൾ കൊണ്ടാണെന്ന്. അമ്മയുടെ വിഷയം, ഭർത്താവ് മരിച്ചതിന് ശേഷം 2 ആൺമക്കളുണ്ടായിരുന്നു. ആ ആൺമക്കളെ വിദ്യാഭ്യാസം കൊടുത്തു. അവർ സർക്കാർ സർവീസിൽ നിന്ന് മാന്യമായിട്ട് പിരിഞ്ഞു. അയാൾ രണ്ടാമത്തെ മകന് ദൈവവിശ്വാസമില്ല, ഒട്ടും വിശ്വാസമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അത്തരം വിവാഹ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാറേ ഇല്ലായിരുന്നു. പക്ഷേ മൂത്ത മകൻ വിവാഹം നല്ലത് വരുന്നുണ്ടെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല, മറ്റ് സ്ത്രീ സൗഹൃദങ്ങളില്ല എന്നൊക്കെയാണ് ഈ അമ്മ പറഞ്ഞത്. എന്തായാലും ഒരാശ്രമത്തിൽ വെച്ച്, ആശ്രമം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, ഈ മകൻ ഒരു പെൺകുട്ടിയെ കാണുന്നു. ആ പെൺകുട്ടിയെ ഇഷ്ടമാകുന്നു. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു. അമ്മ കണ്ടപ്പോഴും അത് സുന്ദരിയായിട്ടുള്ള, വിദ്യാസമ്പന്നയായ, കുലീനയായ കുട്ടിയായിട്ട് തോന്നുന്നു. മറ്റൊന്നും നോക്കാതെ, ഇല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കാതെ, ആലോചിക്കാതെ ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചൊരു ഘട്ടം തുടങ്ങിയപ്പോഴാണ് ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ അവർ തിരിച്ചറിയുന്നത്. ഈ പെൺകുട്ടി ഒരു ക്രിമിനലായിരുന്നു. ആ ക്രിമിനൽ പശ്ചാത്തലം ഇവർ അന്വേഷിക്കാതെയും അറിയാതെയും പോയി. എന്തായാലും ഈ മകൻ ഇപ്പോൾ ഒളിവിലാണ്. അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. പോലീസിൽ നിന്നും കോടതിയിൽ നിന്നൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ ഈ അമ്മയ്ക്ക് വരുന്നു. എങ്ങനെയാണ് ഉത്തമനായ, സത്യസന്ധനായ, ജീവിച്ചൊരു മകൻ ഇങ്ങനെ ആയി എന്ന് ചോദിച്ച് കരഞ്ഞാൽ നമുക്കതിനൊരു മറുപടി പറയാൻ പറ്റില്ല. എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അമ്മ ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു മകൻ യാദൃശ്ചികമായി കണ്ടെത്തിയ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച്, പിന്നീടാണ് ഇവളൊരു ബ്ലാക്ക് മെയിലിംഗ് കേസിലും പോലീസിൻ്റെ ഒരുപാട് കേസിലെ പ്രതിയാണെന്നറിയുന്നത്. പറഞ്ഞാൽ വിശ്വസിക്കാത്ത തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ആ പെൺകുട്ടിയുടെ പിന്നിലുണ്ട്. ഇപ്പോൾ ഈ മകൻ എവിടെയാണെന്നറിയില്ല. മകൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. ഇന്ന് രാവിലെ അമ്മ വിളിച്ചിരുന്നു, എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിഞ്ഞാൽ മതി സ്വാമി. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മളൊരു കുട്ടിയെ കാണുന്നു, ആലോചിക്കുന്നു, വിവാഹം കഴിക്കുന്നു. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചിന്തിച്ചതിന് ശേഷം, ഇപ്പോൾ എത്ര അന്വേഷിച്ചാലും, എത്ര ജാതകപ്പൊരുത്തം ഉണ്ടെങ്കിലും വിധി മറ്റൊന്നാണെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. എന്നാലും വീട്ടിലെ പെൺകുട്ടികളുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ കുട്ടികളുടെ സൗഹൃദത്തെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും ഒന്ന് ചിന്തിക്കുന്നതും, ആൺകുട്ടികളുടെ വിവാഹമാണെങ്കിൽ, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണെങ്കിൽ പോലും അതിനെക്കുറിച്ചൊന്ന് വ്യാപകമായി അന്വേഷിച്ചിട്ടും തനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാവുന്ന പെൺകുട്ടിയോ, തനിക്ക് പൊരുത്തപ്പെടാൻ കിട്ടിയ ആൺകുട്ടിയോ ഒന്ന് ചിന്തിച്ചിട്ട് വിവാഹം കഴിക്കുന്നതാണ് നല്ലതില്ലെങ്കിൽ ജീവിതം ഇതേപോലെ ജയിലിനുള്ളിലും ജീവിക്കാൻ പറ്റാത്തതും, വേണമെങ്കിൽ മരണപ്പെടുന്ന അവസ്ഥയിലേക്കും പോയി ചേരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വിവാഹ ജീവിതം ഒരു നിമിഷം കണ്ടുകൊണ്ട് തീരുമാനിക്കപ്പെടേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.